ഹലോ കല്യാണി, എങ്ങനെയുണ്ട്? സുഖല്ലേ? നാട്ടിലെത്തിയോ? ഇങ്ങനെ വീഡിയോ കോൾ വരാൻ പറഞ്ഞത്. ഞാൻ ചുമ്മാ കുക്കിംഗ് ചെയ്യാൻ വേണ്ടി ഇവിടെ എന്റെ കിച്ചണിൽ വന്നിട്ടുണ്ട്. ആ, നീ കിച്ചണിലല്ലേ? ഓക്കെ, അപ്പോ നമുക്കിന്ന് ഒരുമിച്ച് ആ, പാചകം ചെയ്യാം. അപ്പോ ഇതുവരെ നിങ്ങൾ എല്ലാവരും ഓൺ സ്ക്രീനിൽ മാത്രം നമ്മൾ പാചകം ചെയ്ത് കണ്ടിട്ടുണ്ട് കുറെ എപ്പിസോഡ്സിൽ. സോ അപ്പോ ഇന്ന് നമുക്ക് നേരിലോട്ട് വന്ന് പാചകം ചെയ്യാം. സോ ഏഷ്യനെറ്റിൽ പുതിയതായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫുഡ് സ്റ്റെപ്സ് എന്ന പുതിയ പ്രോഗ്രാമിലും എല്ലാവർക്കും എന്റെ നമസ്കാരം ആൻഡ് കല്യാണിയുടെ നമസ്കാരം. നമുക്ക് ഇനി ഏത് ഫുഡ് ചെയ്യാം? ചിക്കൻ. ചിക്കൻ എനിക്ക് ചിക്കനാണ് ഭയങ്കര ഇഷ്ടം. ഓക്കെ, ഏത് ചെയ്യാം ചിക്കനിൽ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഇപ്പൊ കാണുന്ന പ്രേക്ഷകർക്ക് എന്തായാലും മനസ്സിലാവില്ല. ഓക്കെ, ഓ, നീ പറയും അത് ഞാൻ ഇവിടെ നിന്ന് ചെയ്യണം അല്ലേ? ഫസ്റ്റ് നമുക്ക് ഏത് ഇപ്പോ ചെയ്യാം? ഫസ്റ്റ് ഇല്ല, നമ്മ ഇപ്പൊ ഏത് ഡിഷാണ് ചെയ്യാൻ പോണത്? ഓക്കെ, ചിക്കൻ. ഓക്കെ, എന്റെ ഫേവറേറ്റ് ചിക്കൻ. അപ്പോ നമുക്ക് ഇതൊക്കെ ചെയ്യാല്ലേ? എനിക്ക് നീ ചെയ്ത ഫുഡിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് നമ്മ അന്ന് ചെയ്തല്ലേ, ചിക്കൻ ചുക്ക. യെസ്. അപ്പോൾ നമുക്കിന്ന് ആ സെയിം ചിക്കൻ ചുക്ക ഒക്കെ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് എന്ത് ചെയ്യണം? എനിക്ക് കുറച്ച് കുക്കിംഗ് ഒക്കെ അറിയാം, പക്ഷേ ഇപ്പോ നിന്നെ പോലെ ഒരു ഭയങ്കര കുക്കിന് മുമ്പിൽ ചെയ്യാൻ കുറച്ച് പേടിയുണ്ട്. അപ്പോ നീ പറഞ്ഞു, ഞാൻ അതൊക്കെ ചെയ്യാം. ഓക്കെ, പിന്നെ ഞാൻ മാത്രം ചെയ്യാൻ പോകുന്നില്ല, നീയും ചെയ്യണം. ആര് ചെയ്യുന്നത് ബെസ്റ്റ് നമുക്ക് അറിയണ്ടല്ലേ? ഇല്ലെങ്കിൽ നാളെ ചിലപ്പോൾ നീ പറയും ഇത് ഞാൻ ചെയ്താണെങ്കിൽ ഇതൊക്കെ ഇതിനെക്കാട്ടിലും വലിയ സൂപ്പറായി വന്ന് കാണുന്നു. എടാ, ഞാനൊക്കെ പറയുന്നുണ്ട്, അത് ഫസ്റ്റ് കേൾക്ക്, പിന്നെ നീ പറഞ്ഞിതാ. ഓക്കെ, ഞാൻ ഇത്രയും ശ്വാസം മുട്ടി പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഇല്ലേ? ഈ പെട്ടെന്ന് ലൈറ്ററൊക്കെ എടുത്ത് കാണിക്കുന്നു. സോ അപ്പോൾ നമുക്ക് ഇനി ചിക്കൻ ചുക്ക. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം? ഓക്കെ, ഫസ്റ്റ് ലൈറ്റർ. ഓ, സ്റ്റാർട്ട് ചെയ്യണല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത് ഓൺ ചെയ്ത് ഈ സെറ്റപ്പ് ഒക്കെ ഞാൻ കുറച്ച് തേവാണ് ഇൻഗ്രീഡിയൻസ്, മെയിൻ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇവിടെ വച്ചിട്ടുണ്ട്. ചിലപ്പോ നമ്മ ക്വസ്റ്റ്യൻ ആൻസറിൽ വരില്ലേ, ഔട്ട് ഓഫ് സിലബസ്, അതുപോലെ ചിലപ്പോ എന്തെങ്കിലും കാണുമായിരിക്കും. ഓക്കെ, ഇതൊക്കെ എന്നോന്ന് വിളിക്കണ്ടേ? ഏതാണിത്? ഓയില്. ഓക്കെ, ഞാനാണ് ഒരു പ്രോപ്പർ വ്ളോഗർ, മനസ്സിലായോ? ഇന്ന് നമുക്ക് പ്രേക്ഷകരെ കാണിക്കണം. ഞാനിപ്പോ എന്നെ വിളിക്കാനുണ്ട്. ഇന്നും കൂടെ വേണോ? ഇത് മതിയാ? ഇന്ന് വേണോ? മതിയാ? ഇത് മതിയാ? ഇന്ന് കുറച്ച് അല്ലിട്ടിരുന്നേ. ഇത് മതി. ഓക്കെ. ചിക്കൻ ചുക്കോ ഓയിൽ ചുക്കോവാ? ഇല്ല, ചോദിച്ചത് കുറെ ആളുടെ ചോദിച്ചില്ലേ. പിന്നെ വാട്ടർ ഇനി കൂടുതൽ കാണില്ല, എന്ത് ചെയ്യാം? ഞാൻ കാണിക്കാം, ഇതിൽ ഏതിനെ പറഞ്ഞു. ഓക്കെ, ഇതാ, ഇതില്ലേ, ഇത് ജീരകം അല്ലേ? ജീരകം. ഓക്കെ. ഫസ്റ്റ് ജീരകം എടുത്ത്. ഓക്കെ, ഫസ്റ്റ് ജീരകം. ഇത്രയും മതി. സോൾട്ട് ഇത് മതി. പിന്നെ ഇതൊന്നും ചെയ്യണ്ടേ? ഇതല്ലേ?
ഓക്കെ. എത്രയല്ല ഒന്ന് മതി. പിന്നെ ഉണ്ടോ അങ്ങനെ? ഓക്കെ. എന്ത് സാധനത്തോടെ ഇനി എടുക്കും? ഇതിലെ എവിടെ ഇருந்து കിട്ടുന്നത്? ഇതാ. ഓ. ഇവിടെ ഉണ്ട്. ഇതല്ലേ? രണ്ടെണ്ണം അല്ലേ? ഇത്ര മതി. ഓക്കെ, ഇരട്ടെ. ഞാൻ ഇതിന് തീർത്തിട്ടില്ല. നെക്സ്റ്റ് അതെന്താണത്? സെയിം സ്റ്റാർ. പിന്നെ പേര് പോലും കാര്യം. ഇതാ, ഇതില്ലേ? എത്ര എത്ര എടുക്കണം? മൂന്ന് മതി, മൂന്ന് മതി. നെക്സ്റ്റ് ഇപ്പൊ ഞാനാണ് നിനക്ക് പാചകം ചൊല്ലി തരുന്നു അല്ലേ? ഇതൊക്കെ നീ സിമ്മിലാക്കണം, മനസ്സിലായോ? ഇത് ഇങ്ങനെ ഒരു സ്വിച്ച് ഉണ്ട്. ഇതൊക്കെ നീ ഇന്ന തിരിക്കുക സിം ആവും, ഇന്ന തിരിക്കുക ആണോ, അത് നീ സിമ്പിൾ വെച്ചോ. ഓക്കെ. ആ നെക്സ്റ്റ് അത്രയും മതി. ഇതേപ്പാ, ഇത് ഈ സെറ്റപ്പാ. എന്തായാലും ഇനി ചിക്കൻ ഞാൻ കഴിക്കാൻ പോകണില്ലല്ലേ? ഇത് എന്താണ് അത്? ആ ഓക്കെ. ഇതല്ലേ? എല്ലാ പ്രേക്ഷകർക്കും നിങ്ങൾ ഇപ്പൊ വിചാരിക്കും നമുക്ക് എല്ലാം സെറ്റ് ചെയ്താൽ നമ്മൾ ആദ്യമായിട്ട് വെച്ചിട്ടുണ്ട്. ഇല്ല, നമ്മൾ ഫസ്റ്റ് ചോദിച്ച് ഏത് ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം. പിന്നെ നമ്മൾ വെറും മഞ്ഞപ്പൊടി ഉപ്പ് മാത്രം വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ മേടിച്ച് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് കാണിച്ചത്. ഓക്കെ. ആ ഇതല്ലേ? നമ്മൾ തമിഴിൽ പറയില്ലേ, ഇന്ന് ഇതൊക്കെ നമ്മൾ എട്ടെണ്ണം എടുക്കാം, പക്ഷെ നാളെ തമിഴ് പറയുന്ന പോലെ പിൻവിളകൾ മോശമായിരിക്കും അല്ലേ? അല്ലേ? 2 3 4 5 6. എങ്ങനെ ചെയ്യണം? ഇത് ചുമ്മാ ഇട്ടാ മതിയാ? ഇത് എങ്ങനെ ചുമ്മാ ഇട്ടാ മതി? ഞാൻ പപ്പടം മാറി. ആ ചിക്കൻ എന്തൊക്കെയോ ചെയ്യണുണ്ട്, നോക്കാം. ചിക്കൻ ഇടണോ? ഞാൻ കണ്ടില്ല. കുറച്ചും കൂടി ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കിട്ടെ. വ്യൂസ് നിങ്ങളാണ് പറയുന്നത് ലാസ്റ്റ് ആര് നന്നായി ചെയ്തതിന്. അല്ലെങ്കിൽ ഞാനാണ് ചെയ്യാൻ പോണത്. എനിക്ക് ആദ്യമായിട്ട് പാചകം അറിയും, അതുകൊണ്ട് ഇതൊക്കെ ഞാൻ എളുപ്പമായി ചെയ്യും. പക്ഷേ എന്തായാലും ഇത് അവളുടെ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ. ഇത് ചെയ്യുമ്പോൾ എനിക്ക് ഒരു പെട്ടെന്ന് ഒരു ഐഡിയ തോന്നുന്നു. ഇതുപോലത്തെ നമ്മ എല്ലാ കുക്കിങ്ങും നമുക്ക് ഇങ്ങനെ ചെയ്താലോ? ആ ഞാനിത് ഇന്നെ കാണാൻ മറന്നുപോയി. ഞാൻ ചിക്കൻ ഇട്ടില്ല. ഓക്കെ. എന്റെ അമ്മ അവിടെ നിന്ന് പറയുന്നുണ്ട് കറിയത് കറിയത്. എത്ര എത്ര പീസ് ഇടണം? എല്ലാം എടുത്തേ, എല്ലാം. ഇത് എല്ലാം എടുത്തേ. ഓഹോ, പൊട്ടുന്നുണ്ട്. കണ്ടോ? ഫുൾ ദീപാവളി ആയത് കൊണ്ട് നമുക്ക് പട്ടാച്ചു. ഞാൻ ഇപ്പോഴേ ചെയ്തത് കണ്ടപ്പോ നന്നായിരുന്നു, പക്ഷെ ഇപ്പൊ ഫുൾ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ വേറെ ഔട്ട്പുട്ട് നന്നായി. നിങ്ങൾ ചെയ്യണോ? ചെയ്യാം. സീരിയലിൽ നീ സംസാരിക്കില്ല, ഇവിടെയും സംസാരിക്കില്ല, എവിടെയും നീ സംസാരിക്കില്ല. അവിടെ എനിക്കാണ് ഫുൾ ഡയലോഗ്, ഇവിടെ എനിക്കാണ് ഫുൾ ഡയലോഗ്. എത്ര സമയം ഇങ്ങനെ ചെയ്യണോ?
കുറെ സമയമായി ഇതുവരെ ഒന്നും ആയിട്ടില്ല. നോക്കാം. ഇല്ല, കുറെ സമയം പറഞ്ഞതിന് ഇതൊക്കെ ഇതെല്ലാം ചെയ്തരാ, അതാണ് പറഞ്ഞു, നിന്നെ പറഞ്ഞില്ല. നെക്സ്റ്റ്, കമോൺ ഐഷു. സെയിം തിങ് റിപ്പീറ്റ്. മഞ്ഞപ്പൊടി അല്ലേ? ഓക്കെ, 1 tablespoon, half tablespoon, 1/4 tablespoon, 1/4 tablespoon, half tablespoon. ഏത് 1 or 2? ഇത്രയും മതി. ക്യാമറ ഇവിടെ അതെ. മഞ്ഞപ്പൊടി അതൊക്കെ ഞാൻ ചിലപ്പോ കേൾക്കാവും. ഒരു സ്മെൽ വരുന്നുണ്ട്, പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല. നിന്റെ പാനെ കാണിച്ചോ? നിന്റെ പാൻ എനിക്കൊന്നും വന്നിട്ടില്ല. രണ്ട് ഡിഫറെന്റ് ആയിട്ടുണ്ട്. സിമ്മിലാണ് വെച്ചിട്ടുണ്ട്. സിമ്മി കൂട്ടി വയ്ക്കണോ? അതുകൊണ്ടല്ലേ വകാത്തത്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ആയിട്ട് മഞ്ഞപ്പൊടി. നെക്സ്റ്റ്, ഇത് നമ്മൾ ഡയറ്റ് സമയത്തില് ഇതുപോലെ വെറും മഞ്ഞപ്പൊടി മാത്രം ഇട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് ബോയിൽ ചെയ്ത് അതുപോലെ സോൾട്ട് ബേ ഇല്ലേ? സാൾട്ട് നമുക്ക് ഇത് സോൾട്ട് ഇത്രയാണോ? ഓക്കെ, കയ്യിൽ പോടാമോ? ഇങ്ങനെ ഡെയിലി ചെയ്ത ഫുഡ് സ്റ്റെപ്പ് മാത്രമല്ല, എന്റെ വീട്ടിലൊന്നും എന്നെ എല്ലാവരും ഡോർ സ്റ്റെപ്പിൽ പുറത്താക്കും. എനിക്കൊന്ന് പറഞ്ഞില്ല, എനിക്ക് മാത്രം ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഫുള്ള് പോക. നീയല്ലേ സിമ്മിൽ ഇരുന്നത് മെയിൻ വയ്ക്കാൻ പറഞ്ഞു. എന്തായാലും ഇല്ല. ഓക്കെ, സോൾട്ട് ഇട്ട് പിന്നെ നെക്സ്റ്റ് ഓയിലാ വാട്ടർ, വെള്ളം ഇല്ലേ? 1 cup, half cup. അത്രയും മതി അല്ലേ? ഓക്കെ, ഞാൻ ഓൾറെഡി കപ്പിൽ എടുത്തിട്ടുണ്ട്. ഹാഫ് കപ്പ് ഊതി കുറച്ചുകൂടി ഇല്ലേ? അയ്യോ, ഓക്കെ. മഞ്ഞപ്പൊടി അഗെയിനാ? ശരി മതി. ഓക്കെ, മഞ്ഞപ്പൊടി. ഈ ഒരു പീസ് മാത്രം മഞ്ഞപ്പൊടി കൊടുക്കുന്നത്. ഓക്കെ, കണ്ടോ? ഫുൾ
വാട്ടർ മതിയാ? ആ, കുറച്ചുകൂടി. ഇത് നിറയായി. ഇന്നു ഇന്ന് വിളിക്കുന്നു ഞാൻ ആൾറെഡി ഇല്ലോ. ഇന്ന് വേണോ? ഇന്ന് വേണോ? ഇന്നോ? ടർമറിക് പൗഡർ അല്ലേ ഇത്? മഞ്ഞപ്പൊടി. അതെ, എന്തായാലും എനിക്കിത് വരൂല. എനിക്ക് ഫിനിഷിംഗ് സ്റ്റേജിൽ എത്തിയ നിനക്ക് തീർന്നോ? ചെയ്ത് തീർന്നോ? അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ? എന്റെ അമ്മ അപ്പോളേ പറഞ്ഞു, ഇവിടെ കേവലാതെ റിസ്ക് എടുക്കരുത്, ഞാൻ ചെയ്തു തരാണ്. ഞാൻ നിന്നെ വിശ്വസിച്ച് ഞാൻ ഇവിടെ ചിക്കൻ ഒക്കെ എടുത്ത് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ എന്തെങ്കിലും കുളവായ നോക്കിക്കോ. ഇതെല്ലാം നടക്കുന്നുണ്ട്. നിനക്ക് സെറ്റ് ചെയ്യാ? ഹാഫ് ആൻ അവർ ആയി, ഇതുവരെ എനിക്കും ഒന്നും സെറ്റ് ആയിട്ടില്ല. പിന്നെ ഐശ്വര്യ, എന്തൊക്കെ വിശേഷം? ഓൺ ആക്കണോ? ഫുൾ 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 ഫുൾ. ഓക്കെ. ഇത് ചിക്കൻ ചുക്ക ഇല്ല, ഇത് മഞ്ഞ ചിക്കൻ. മഞ്ഞ ചിക്കൻ. ഇത്രേ ഉള്ളൂ? പാചകം ചെയ്യുന്നതിൽ നീയാണ് ബെസ്റ്റ്. ഓൺ സ്ക്രീൻ ആയാലും ശരി, ഓഫ് സ്ക്രീൻ ആയാലും ശരി. പക്ഷെ ഞാൻ വിടൂല, ഇന്ന് ഞാൻ ചെയ്തുള്ളൂ. ഓക്കെ. ഭയങ്കര പുക. ഇത് ഓക്കെ അടേ? സെയിം ആയിട്ടല്ലേ ചെയ്തത്, എനിക്കിന്ന് എങ്ങനെ വരാത്തത്? തളർന്നു. അത് നമുക്ക് വരും എളുപ്പമായിട്ട്, ഈസി ആയിട്ട്. അത് ഒരു ഫുൾ ഗോളിൽ തന്നാലും ഇന്നത്തോടെ നമ്മൾ ഈ കുക്കിംഗ് പരിപാടി ഒക്കെ നിർത്തണം. ഓക്കെ ഓക്കെ. നിങ്ങൾ പറഞ്ഞു മനസ്സിലായില്ല? ഉച്ചയ്ക്ക് എടുത്ത് ടേസ്റ്റ് ചെയ്യണോ? എനിക്കിപ്പോ ഇല്ല, ആദ്യമായിട്ട് പറയുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നു. ഇപ്പൊ ഞാൻ ഇതൊക്കെ ഈ പരിപാടിയിൽ വന്നപ്പോ മൊത്തത്തിൽ എന്റെ മൈൻഡ് ഒക്കെ ഡിസ്റ്റർബ് ആയി കുറച്ച്. അതുകൊണ്ടാ എനിക്ക് ഒന്നും മനസ്സിലാവാത്തത്. ഇപ്പൊ പറഞ്ഞോ. എന്ത് കഴിക്കാൻ പോണോ? ഇപ്പൊ ചിക്കൻ, കറന്റ് ചിക്കൻ. ഇതിനപ്പുറത്ത് ദ ചെയിൻ ചിക്കൻ. വീട്ടിലാരും ഇതൊക്കെ കഴിക്കൂല, ഞാനല്ലേ ചെയ്തത്. എന്റെ വിധി. എളുപ്പമായി ചെയ്യുന്ന ഒരു ഡിഷാ, ഇതില് ഇത്ര പാട് ഇല്ല. ഞാൻ എന്നെയാണ് പറഞ്ഞത്, നിന്നല്ല. വേറെ കൊറോണ ആവിപ്പിടിയാടേ. ലെവൽ. സീരിയസ് ആ. എല്ലാവരും പ്രേക്ഷകർ കാണുമ്പോഴത്തേക്ക് ഇതൊക്കെ ടേസ്റ്റ് ഒക്കെ അറിയില്ലല്ലോ, ടേസ്റ്റ് മണമൊക്കെ. അതുകൊണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞതാ. അല്ലെ, കുറച്ച് കുറച്ച് വന്ന് സമയമാകുമ്പോഴത്തേക്ക് പക്ഷേ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മ ഇട്ട സ്റ്റാറ് പിന്നെ ക്രാമ്പ്, അതിന്റെ സ്മെൽ മാത്രം വരുന്നുണ്ട്, ചിക്കന്റെ സ്മെൽ വരുന്നില്ല. അല്ല, എനിക്ക് അങ്ങനെയായിരിക്കും നീ പറയണത്. പാചകമേ പാചകമേ
தென்பொதிகை பாடகமே. ஐசு, ஒரு மலையாள பாட்டை ஒன்று பாடு. ആംഗ്യത്തില് പാടിക്കോ. ആംഗ്യത്തില് പാട്. ഒന്നും തീർന്നില്ലടേ. ഞാൻ ഇത് തീർത്തിട്ടേ ഞാൻ എല്ലാം കുടിക്കാവൂ. ഫസ്റ്റ് വർക്ക്, ഡ്രിങ്ക് നെക്സ്റ്റ്. കാണാം. വെയിറ്റ് വെയിറ്റ്, നമുക്ക് കല്ലു കിച്ചൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമോ? കിരൺ ആൻഡ് കല്യാണി പ്രസന്റ് കല്ലു കിച്ചൻസ് ഉങ്കൽ ഏഷ്യാനെറ്റ് കല്ലു സമയം. വെയിറ്റ് വെയിറ്റ്, കളറൊക്കെ വന്ന്. ഓക്കെ. பொதுவாக எம் மனசு தங்கம் ஒரு போட்டியிலே வந்து விட்டா சிங்கம். சிக்கன செய்வேன், பைசானில் செய்வேன், தன்னானே நானே நானே நானே. சிக்கன் மேல் சிக்கன் வரும், சாப்பிடலாம் சாப்பிடலாம் சிக்கனை தான். இது கரிஞ்சு போகும். ഇനി എന്റെ വീട്ടിൽ എല്ലാവരും എന്നെ സർപ്രൈസ് ആവും. ഞാനാണ് പാചകം ചെയ്തത്. അപ്പൊ നോക്കട്ടെ. ചിക്കൻ ഫ്രൈ പൊളച്ച് മരുന്ന് എപ്പോ തീരും? ഇനി എത്ര സമയം എടുക്കും? എന്നെ വിഷയിക്കുന്നത് കണ്ടപ്പോ 5 മിനിറ്റ് അല്ലേ? കംപ്ലീറ്റ് പാചകം മാറി. എനിക്ക് മതിയിൽ തോന്നുന്നു. എരിയൊക്കെ മൂക്കിൽ പോയി. ഓക്കെ, ഡൺ. ഇതൊക്കെ ഓക്കെ. ഇതാണ് കാറ്റൽ ചിക്കൻ. ഓക്കെ, നമ്മൾ മിക്കവാറും ട്രിവാൻഡ്രത്തിലെ കിട്ടുന്ന കാറ്റൽ ചിക്കനാണ്. ഇവിടെ ഇത് കാണുമ്പോൾ സ്ട്രക്ചർ കാണുമ്പോൾ അതുപോലെ ആയിരുന്നു, അതുകൊണ്ടാ പറഞ്ഞത്. ഇപ്പൊ ഇത് ഓഫ് ചെയ്യട്ടെ എന്റെ കുറവാവും 2 മിനിറ്റ്സിൽ. പറഞ്ഞിട്ടെ. ഓക്കെ. ചിക്കൻ എങ്ങനെയുണ്ടാ? നല്ല നൈസ് ചിക്കനാ. ഇപ്പോ രാവിലെ പോയി മേടിച്ചതാ. ചിക്കൻ അല്ലേ? നൈസ് നൈസ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ. ഓ, നീ ചെയ്തതല്ലേ? ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലായില്ല. ഓ, നീ നന്നായിട്ട് ചെയ്തല്ലേ? നീ നന്നായിട്ട് ചെയ്ത്. ഓ, ഇതല്ലേ? ഓക്കെ. പെട്ടെന്ന് നിന്നെ കണ്ടപ്പോ ഈ ചിക്കൻ പൊറോടയൊക്കെ മറന്ന് നിന്നെ കാണുമ്പോൾ തോന്നി, അതുകൊണ്ടാ കണ്ടത്. കേട്ടില്ലല്ലോ. ഒന്നില്ല, ചുമ്മാ. സുന്ദരി ചിക്കൻ എടുക്കണോ? വൺ മോർ മിനിറ്റ്, എനിക്ക് ഫൈനൽ ടച്ച് ഇല്ല. ഉപ്പ്. വെയിറ്റ്.
ഞാനൊരു ചിക്കൻ പീസൊക്കെ എടുക്കാം. Okay, going to taste the chicken. First bite of chicken. Nice, nice. പക്ഷെ എനിക്ക് എരിയല്ലേ എരി കുറച്ച് കൂടിയാ ഇന്നും നന്നായിരിക്കും. പക്ഷെ ഇത് നൈസാ. വാവ്. അല്ലേ, കമാണ്ട. You become a chef. Better. Yes, ball. No. All is injuries to health. എടാ ഞാൻ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് വന്ന്. നീയല്ലേ ഫൗണ്ടർ ഓഫ് ദ ഡിഷ്. ഈ സത്യം പറഞ്ഞാ ഇതിലൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നീ പറഞ്ഞതൊന്നും ഞാൻ നന്നായിട്ട് ചെയ്തു. ഇതിനെക്കാട്ടിലും നന്നായിട്ട് ചെയ്തു. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ചിലപ്പോ നീ പറയാതെ നീ ഉന്നക്കേ മനസ്സിലാവാതെ ഇരിക്കും. പക്ഷെ അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. ഓക്കെ, അണക്കിട്ടെ അപ്പോ. ഞാൻ ഓഫ് ചെയ്താ ചെയ്യാൻ പോണല്ലേ. ഫൈനലി ദ ഡിഷ് ഈസ് ഓവർ. കാണിക്കാം. ഓക്കെ, ലുക്ക് അറ്റ് ദിസ്. വാവ്. കണ്ടോ, എന്തൊക്കെ കണ്ട? അവിടെ ഇത് കുറച്ച് രാവ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. പക്ഷെ എന്റേത് അങ്ങനെയല്ല. എന്റേത് നല്ല ഫ്രൈ ആയി നല്ല ഔട്ട്പുട്ടിലാണ് വന്നത്. യെസ്, ഫൈനലി കിരൺ പാചകം ഇസ് ബെസ്റ്റ്. ഇപ്പോ നിങ്ങളാണ് പറയേണ്ടത് യാര് ചെയ്തത് നന്നായിട്ടുണ്ട്, യാര് ചെയ്തത് പെർഫെക്റ്റ് ആയിട്ട് വന്നത്. എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്തതാണ് നന്നായിട്ടുണ്ട്. ശരി വെച്ചോ, നീ ചെയ്തതാണ് ബെസ്റ്റ്. നോ, എല്ലാ പീസും നന്നായിട്ടുണ്ട്. ഇത് ഞാൻ പിന്നെ എടുത്ത് കാണിക്കാം. ഓക്കെ, കണ്ട അടിപൊളി പീസ്. So, you're going to eating challenge. അപ്പൊ ഞാൻ ഒന്ന് ട്രൈ ചെയ്യട്ടെ. ഫുൾ ഓയിൽ വേണ്ടേ? ചെറിയ പീസ്. നന്നായിട്ടുണ്ട്. One more piece. അടിപൊളി. നൈസ് ഡിഷ്. ചെറിയ ഒരു ചേഞ്ച് ആയിട്ട്. കുറച്ച് ഉപ്പ് മാത്രം കുറഞ്ഞു പോയി. സാൾട്ട് ബേസ്ഡ് ആയിട്ട് ഇട്ടത് കൊണ്ട് കുറച്ച് കുറഞ്ഞു പോയി. ഇല്ലെങ്കിൽ ഇല്ല. ഇനി സോൾട്ട് ഇടണോ?
സോ അപ്പോ ഇന്നത്തെ പാചകം തീർന്ന്. സോ താങ്ക് യു സോ മച്ച്. ഞാൻ പുതുതായിട്ട് ഒരു ഫുഡൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്ത് നന്നായിട്ടായിരുന്നു. പക്ഷെ ഈ പ്രോസസ്സ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ഹെവി പ്രോസസ് ആയിരിക്കും. ഇത് കണ്ടപ്പോൾ എളുപ്പമായി തീർന്ന്. എനിക്ക് തോന്നുന്നു ഞാൻ നിന്നെക്കാട്ടിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതങ്ങനെയാ ഇരിക്കും. എപ്പോ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാ. ഓക്കെ. സോ എനിക്ക് നീ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷാ ഈ ചുക്ക. സോ താങ്ക് യു സോ മച്ച്. സോ നമുക്കപ്പോ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നമുക്കപ്പോ കല്യാണി കിച്ചൺസ് ഒന്ന് അപ്പോ തുടങ്ങാം ഇനി മോളകത്തിലിട്ട്. ഓക്കെ. ഇതുപോലെ നമുക്ക് കുറെ ഗെയിമൊക്കെ ഏഷ്യനെട്ട് തരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഇത് നല്ല ഒരു തുടക്കമാ. ഫുഡ് സ്റ്റെപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യുന്ന ഒരു ചെറിയ ഹോബി അല്ലെങ്കിൽ ചുമ്മാ ടൈം പാസിന് വേണ്ടി കുക്കിംഗ് ചെയ്യും. പക്ഷെ ഇതാണുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്, ഇതിലുള്ള പോസിറ്റീവ് നെഗറ്റീവ്സ് ഒക്കെ എല്ലാവർക്കും ആൾക്കാർ കാണുന്നുണ്ട്. So thank you so much Asianet, and thank you so much Honoragam, and thank you so much the whole team behind it, and thanks a lot. ഇതുപോലത്തെ ഇനി ഒരു എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഗെയിമിലോട്ട് ഇനി നിങ്ങളെ കാണാം. ഓക്കെ. Until then, this bye from Nalif Jia and Aishwarya Ramsai. Okay. Love you all. Thank you so much. Okay. Thank you.